കൊച്ചി രൂപത നിയുക്ത മെത്രാൻ മോൺസിനോർ റൈറ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിന്റെ മെത്രാഭിഷേക ചടങ്ങ് ഡിസംബർ 7-ന് 12,000-ഓളം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കൊച്ചി രൂപത PRO റവറൻഡ് ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ. തിരുക്കർമ്മങ്ങൾക്ക് ഗോവ ആർച്ച് ബിഷപ്പും കർദിനാളുമായ ഫിലിപ്പ് നേരി ഫെറാവോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ ഉയരുന്ന പന്തലിലാണ് മെത്രാഭിഷേക കർമ്മങ്ങൾ നടക്കുക. കൊച്ചി രൂപതയുടെ 36ാമത് മെത്രാനെ സ്വീകരിക്കാൻ ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് സ്ക്വയർ ഒരുങ്ങി. കൊച്ചി രൂപത മെത്രാനായിരുന്ന ബിഷപ്പ് ജോസഫ് കരിയിൽ വിരമിച്ചതിനു ശേഷം 1.5 വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മാർപ്പാപ്പ ലിയോ 14 റവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലിനെ കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായി പ്രഖ്യാപിച്ചത്. നിയുക്ത മെത്രാന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നതായി കൊച്ചി രൂപത PRO റവറൻഡ് ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട് അറിയിച്ചു. പ്രധാന ചടങ്ങ് ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തുടങ്ങുന്ന ചടങ്ങ് ഏകദേശം 3.5 മണിക്കൂറോളം നീളാം. ബിഷപ്പ് ഹൗസിൽ നിന്ന് ആരംഭിക്കുന്നു. പരേഡ് ഗ്രൗണ്ടിൽ നമ്മുടെ സാന്റാക്രൂസ് സ്ക്വയറിൽ അത് 3.5 മണിക്കൂറോളം മിനിമം സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അനുബന്ധ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസംബർ 8 നമ്മുടെ ഓരോ ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയമുണ്ട്. കൊച്ചിയുടെ ആസ്ഥാന ദേവാലയം ഇപ്പോഴുള്ള സാന്റാക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക, അത് കൊച്ചിയിലെ 2ാമത്തെ ആസ്ഥാനം, അതായത് പഴയ രീതിയിൽ വെച്ച് രണ്ടാമത്തെ ആസ്ഥാന ദേവാലയമാണ്. ആദ്യത്തേത് 1663 ഡച്ചുകാരാൽ നശിപ്പിക്കപ്പെട്ടു. അത് ഇന്നത്തെ നെഹ്റു പാർക്കിരിക്കുന്ന സ്ഥലത്താണ്. അതിന്റെ തൂണ ഒരെണ്ണം നമുക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിൽ കാണാം. അതിനടുത്ത് പലയിടത്തും അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെട്ട ദേവാലയമാണ്. അവിടെയാണ് ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയം. പ്രധാന ഒരു കത്തീഡ്രൽ എന്ന് പറയും. കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ കസേര ആസ്ഥാനം. ആ കസേര ദേവാലയം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് ഇപ്പോൾ നമ്മൾ കാണുന്ന ബസിലിക്കയാണ്. അവിടെ 8-ാം തീയതി 10:30 മണിക്ക് ഔദ്യോഗികമായിട്ട് കാനൂനിക നിയമപ്രകാരമുള്ള ഒരു കുർബാനയോടുകൂടിയാണ് മെത്രാസന ചുമതലകൾ ഏറ്റെടുക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാവുന്നത്. 12,000 പേരുടെ ഇരിപ്പിടത്തോടുകൂടിയ പന്തൽ നിർമ്മാണമാണ് നടക്കുന്നത്. മെത്രാഭിഷേക തിരുക്കർമ്മങ്ങൾക്ക് ഗോവ ആർച്ച് ബിഷപ്പും കർദിനാളുമായ ഫിലിപ്പ് നേരി ഫെറാവോ മുഖ്യ കാർമ്മികനായിരിക്കും. 13 ഇടങ്ങളിലായി വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റ് അറിയിപ്പുകൾ നൽകുന്ന മൊബൈൽ ആപ്പും രൂപത പുറത്തിറക്കിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി മെത്രാസന മന്ദിരത്തോട് ചേർന്നുള്ള ഗാമ ഹെറിറ്റേജ് റെസിഡൻസിയിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ കൊച്ചി രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡെലഗേറ്റ് മോൺസിനോർ ഷൈജു പരിയാത്തുശ്ശേരി, രൂപത ചാൻസലറും PROയുമായ ഫാദർ ഡോക്ടർ ജോണി സേവ്യർ പുതുക്കാട്ട്, ഫാദർ പ്രിൻസ് പുത്തൻ ചക്കാലക്കൽ, ഫാദർ പ്രിൻസ് മാളിയേക്കൽ, പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ, ആന്റണി കുഴിവേലിൽ, സ്റ്റീഫൻ ചാലക്കര, പോൾ പള്ളിപ്പറമ്പിൽ, മാക്സൺ കുറ്റിക്കാട്ട്, TA ഡാൽഫിൻ, സോണി പവേലിൽ, ക്രിസ്റ്റഫർ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. അവർ മറ്റ് പ്രോഗ്രാമുകളുള്ള സൗകര്യമായതുകൊണ്ട് മറ്റ് സമയങ്ങളിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാലെല്ലാം ഇടവകളിലും നടത്തപ്പെടുന്നു. കൂടാതെ എല്ലാ ഇടവകളിലുമുള്ള പങ്കാളിത്തം അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇടവകളിൽ നിന്നുള്ള തീർച്ചയായിട്ടും ഇടവകളിൽ നിന്നുള്ള സംഭാവനയും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. അങ്ങനെ പലവിധ രൂപത്തിൽ ഇടവകളിൽ നിന്നുള്ള ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.